അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് കേരളം. സജിത്ത്, അരുണ്, ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 50,000-ന് മുകളിൽ ആളുകൾക്കിരിക്കാം. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ബസ്സുകൾ പിടിച്ച് ആളുകൾ എത്തുന്നുണ്ട്. ട്രെയിനുകളും നിറഞ്ഞു കവിഞ്ഞാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. ആ ആവേശം പ്രവർത്തകരിലുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന്? ഒരു ചെറിയ അപ്ഡേഷൻ കൂടി രഞ്ജിത്ത്, ഈ വിവരം ലോക് ഭവൻ ന്യൂസ് 18 വാർത്തയിലൂടെ അറിഞ്ഞിരിക്കുന്നു. അവർ കെ വാസുകിയോട്, വകുപ്പ് സെക്രട്ടറിയോട് ഇതിൽ വിശദീകരണം, അതായത് എന്താണ് സംഭവിക്കുന്നത് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്പസമയത്തേക്കും ഡോക്ടർ കെ വാസുകി ഇവിടെ എത്തി എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തും. അത് ലോക് ഭവന് റിപ്പോർട്ട് ചെയ്യും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഒരു പരിശോധന നടക്കാൻ വേണ്ടി അവർ വന്നേക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഫോണിലൂടെ വിളിച്ച് കാര്യം തിരക്കിയേക്കാം. ലോക് ഭവൻ ഇപ്പോഴും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രോട്ടോകോളിൽ മാറ്റം വരുത്തിയത് കേരള ലോക് ഭവൻ അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഔദ്യോഗികമായി അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ലോക് ഭവൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, യെസ്, അതാണ് രഞ്ജിത്ത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ ആദ്യം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമോ, തുടക്കത്തിൽ തന്നെ ചില ഏറ്റുമുട്ടൽ നടക്കുമോ എന്ന കാര്യമാണ്. എന്തായാലും അത് അറിയാം നമുക്ക് അല്പസമയത്തിനുള്ളിൽ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആവേശം, ആ ആവേശം തന്നെയാണ് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് UDF-നെയും ഒപ്പം പുതിയ സർക്കാരിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഘടകം. കാരണം അത്ര അധികം പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇത് UDF-ന് പരിചിതമല്ല. മുമ്പ് ഇടതു സർക്കാരുകളുടെ കാലത്തും മറ്റും ഈ രീതിയിലുള്ള ആൾക്കൂട്ടവും തുറന്ന വേദിയിലുള്ള സത്യപ്രതിജ്ഞയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, ഇതാ പിന്നിലേക്ക് നോക്കൂ, എത്രയോ വലിയ ആളുകളാണ് ഇങ്ങനെ തിങ്ങിക്കൂടുന്നത്. ഒരുപക്ഷെ ഈ വേദിക്ക് പുറത്ത് ഇവിടേക്ക് പ്രവേശനം ലഭിക്കാതെ നിൽക്കുന്ന ആളുകളുടെ എണ്ണമായിരിക്കും ഇതിലും അധികം എന്ന് പറഞ്ഞാൽ ഒട്ടും തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും സംഘടിതമായും അല്ലാതെയും ഇവിടേക്ക് എത്തിയ നിരവധി ആളുകളുണ്ട്. നമുക്ക് ചിലരുടെയൊക്കെ പ്രതികരണത്തിന് കൂടി ശ്രമിക്കാം. കാരണം അവർ എവിടുന്ന് വരുന്നു എന്നൊക്കെ അറിയാം. എവിടുന്ന് വരുന്നു? കോതമംഗലം. എറണാകുളം ജില്ല വലിയ തൂത്തുവാരൽ നടത്തിയ ജില്ലയാണ്. ആ ഒരു ആവേശമുണ്ടോ? എല്ലാവർക്കും ആവേശമുണ്ട്. പുതിയ ഈ മന്ത്രിമാരെ നിശ്ചയിച്ചതൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശ രീതിയിലേക്ക് ആ ഒരു ഗ്ലാമർ വന്നിട്ടുണ്ടോ? പ്രവർത്തന ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പം എറണാകുളം ജില്ലയ്ക്ക് ഒരു വേണ്ട പരിഗണന കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി അവിടെ നിന്നാണല്ലോ അല്ലേ? അതെ, മുഖ്യമന്ത്രി സതീഷ് സാറാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. മലപ്പുറത്തുനിന്നാ. ഓക്കെ, ഇന്ന് രാവിലെ വന്നാണല്ലോ? ഇന്നലെ വന്നു. നിങ്ങള് വലിയ ആൾക്കൂട്ടമാണോ? കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചാണോ? ഒരുപാട് ആളുകളുണ്ട്. മലപ്പുറം മുഴുവൻ ആളുകളുണ്ട്. ഇവിടെ UDF-ന് കരുത്തായത് ലീഗിന്റെ പിന്തുണയെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ലീഗ് പ്രവർത്തകരാണോ? ഞാൻ കോൺഗ്രസിന്റെ ഭാഗത്തേനോ DC സെക്രട്ടറിയാണ്. ഇവിടെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. നിങ്ങളൊക്കെ എവിടുന്നാ? എറണാകുളം ചെറുപ്പത്ത് നിന്ന് അനൂപിന്റെ നാട്ടുകാരിയാണ്, അബിൻ വർക്കിയുടെ നാട്ടുകാരിയാണ്. ഞങ്ങളുടെ CM തന്നെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ എറണാകുളത്ത് വലിയ ആവേശമുണ്ടോ പൊതുവെ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. ഞങ്ങൾക്ക് 10 വർഷം കൂടി ഞങ്ങൾക്കൊരു ഭരണം കിട്ടിയിരിക്കുകയെന്ന്. പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ഞങ്ങൾ UDF ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിന്ന് ഞങ്ങൾ ഭരണം പിടിച്ചെടുത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വന്തം CM-നെ കിട്ടി. നിലപാടിന്റെ രാജകുമാര, ആയിരം അഭിവാദ്യങ്ങൾ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. വീഡിയോ താരം മൊത്തത്തിൽ? യെസ്, വീഡിയോ ആണ് ഞങ്ങൾ എല്ലാവരും പൊതുവിൽ അങ്ങനെ ഒരു ആംബിയൻസ് കാണുന്നത്. അതെ, കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് VD സതീശനെ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. VD സതീശനെ മുഖ്യമന്ത്രി അയക്കില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആവശ്യം ഉണ്ടാവുമായിരുന്നു? ആർക്കും ആവശ്യം ഉണ്ടാവുക ഇല്ലായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ ചാണ്ടിയമ്മനെ ജയിപ്പിക്കാൻ നോക്കുമോ? അതായിരുന്നു ഞങ്ങളുടെ ആവേശം. അപ്പൊ PD സതീശൻ ജയിക്കുവോ അല്ലെങ്കിൽ മറ്റൊരാൾ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ കോട്ടയത്തു നിന്നാണ് കേട്ടോ വരുന്നത്. എന്റെ നേതാവ് ചാണ്ടിയമ്മന് മന്ത്രിസ്ഥാനമില്ല. ചാണ്ടിയമ്മന് മന്ത്രിസ്ഥാനമില്ല. ഞാൻ ആറന്മുള, പത്തനംതിട്ട അബിൻ വർക്കി മണ്ഡലത്തിൽ നിന്ന് വരും. ആറന്മുള മണ്ഡലത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. ഉമ്മൻചാണ്ടി സാറിനെ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. വലിയ ആവേശമാണ്. CPI യോടിന് വേണ്ടി നമ്മൾ 1 മാസക്കാലം വർക്ക് ചെയ്തതാണ്.
പി ജോണിക്ക് തിരിച്ചു വരുവാണ് രാഷ്ട്രീയത്തിലേക്ക്. CP ജോണിക്ക് ആദ്യമായിട്ടാണ് മന്ത്രിയാകാൻ പറ്റുന്നത്. ഇത്ര നാൾ UDF നിന്നിട്ട് CP ജോൺ നിലവാരമുള്ള ഒരു വ്യക്തിയാണ്. ഒരു നല്ല ഒരു മനുഷ്യ സ്നേഹിയാണ്. നല്ല ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് CMB സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ എനിക്ക് ഉറപ്പുണ്ട്. വലിയ ആവേശമാണ് രഞ്ജിത്ത്. അരുണ്, പ്രവർത്തകരുടെ വലിയ ആവേശമാണ് UDF-നെ സംബന്ധിച്ച്. കാരണം അവർക്കിത് ആവേശത്തിന്റെ സമയമാണ്, സ്വാഭാവികമാണ്. ഇവിടെ അടിച്ചുകൂടിയിരിക്കുന്നവര് ബാക്കിയുള്ളവരെല്ലാം ആവേശത്തിലാണ്. മുദ്രാവാക്യം സതീശനായോണ്ടാണോ ഈ ആവേശം? കുഞ്ഞാലിക്കുട്ടി എന്ത് കാര്യങ്ങളും ഞങ്ങൾ സാധിച്ചു കൊടുക്കും. ജനങ്ങളൊപ്പം നിൽക്കുമെന്നുള്ള 100% ഉറപ്പാണ്. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് 102 സീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളും ജനങ്ങളെ എന്താഗ്രഹിച്ചോ അത് ചാണ്ടിയുമ്മന്റെയൊക്കെ പടമുണ്ടല്ലോ കയ്യിൽ, ഒന്ന് കാണിച്ചേ. ചാണ്ടിയുമ്മ മന്ത്രിസഭ ഒന്നുമില്ല, കഷ്ടമായി പോയോ? ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അവിടെ ചാണ്ടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. അങ്ങനെ പ്രതീക്ഷിച്ച എല്ലാവരും എന്ത് പറ്റി സംഭവിച്ചത്? അത് പാർട്ടി എടുക്കുന്ന തീരുമാനം അവസാനത്തേത്. പക്ഷേ ചാണ്ടി ഉമ്മൻ വേണമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ആഗ്രഹിച്ചു പോയി. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി ഒരു നഷ്ടമായിരിക്കാം. അപ്പം ചാണ്ടി ഉമ്മനിലൂടെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതിയല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ചാണ്ടി ഉമ്മൻ തിരിച്ചു വരുമെന്ന് 100% കരുതുന്നു. ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുക ഞങ്ങളിലൂടെ എന്നും. ചാണ്ടിക്ക് നിങ്ങൾക്ക് ശരിക്കും പ്രതിഷേധമുണ്ടോ ചാണ്ടിയെ പരിഗണിക്കാത്ത? ഒരിക്കലും പ്രതിഷേധമല്ല, അതൊരു സങ്കടം മാത്രം. ഒരിക്കലും പ്രതിഷേധമില്ല. അതിങ്ങനെ ചാണ്ടിയമ്മൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധമല്ല, സങ്കടം മാത്രം. ഒത്തിരി പുതുപ്പള്ളിയിലൊക്കെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഒരുപാട് പുതുപ്പള്ളിക്കാരിവിടെ വന്നിട്ടുണ്ട്.